തിരക്കഥയെപ്പറ്റി സംവദിക്കുന്ന ഈ ഒരു വേദിയിലൂടെ ഇരിക്കാൻ കഴിയുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതും പ്രത്യേകിച്ചും കോഴിക്കോടാകുമ്പോൾ അത് കുറച്ചുകൂടെ എനിക്ക് അതിയായ സന്തോഷം കൂടും. എൻ്റെ ജീവിതത്തിലെ, എൻ്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച ഒരു തിരക്കഥ സിനിമയായത് ഇവിടെ വെച്ചാണ്. 2008 ശ്രീ TV ചന്ദ്രൻ സംവിധാനം ചെയ്ത, തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത വിലാപങ്ങൾക്കപ്പുറം എന്ന് പറയുന്ന സിനിമ ചിത്രീകരിച്ചത് ഇവിടെ വെച്ചാണ്. അപ്പോൾ ആ സിനിമ എൻ്റെ കരിയറിലെ ഒരു മികച്ച കഥാപാത്രം എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രമല്ല, ആ സിനിമ ആ വർഷത്തെ 2008 മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് കൂടി നേടിത്തന്ന ഒരു സിനിമയാണ് അത്. ഗുജറാത്ത് കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ, ഗുജറാത്ത് കലാപത്തിൽ നിന്നും ബാധിക്കപ്പെട്ട് ഓടി വരുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതം ഒരു മികച്ച തിരക്കഥയായിട്ട് അവതരിപ്പിച്ചൊരു സിനിമ കൂടിയായിരുന്നു വിലാപങ്ങൾക്കപ്പുറം. കലാമൂല്യമുള്ള സിനിമയാണെങ്കിലും കച്ചവട സിനിമയാണെങ്കിലും രണ്ടും എൻ്റെ ജീവിതത്തിൽ, ഇത്രയും വർഷത്തെ എൻ്റെ അഭിനയ ജീവിതത്തിൽ നിന്ന് എനിക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. കാര്യം രണ്ടും ഇഴചേർന്ന് എൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഈ വിഷയവുമായിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ജീവിതവുമായിട്ട്, ഇത്രയും വർഷത്തെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിഷയത്തിലാണ്, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത് എന്നുള്ളൊരു സന്തോഷമുണ്ട്. തിരയെഴുത്ത്, കലയും കച്ചവടവും, ഇതാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നൊരു വിഷയം. കലയും കച്ചവടത്തിൻ്റെയും ഒരു രേഖ എന്ന് പറയുന്നത് അതിർവരമ്പുകളില്ലാത്തൊരു താമര നൂല് പോലെ കിടക്കുന്ന ഒരു മതിൽക്കെട്ടാണ്. അപ്പോൾ ഈ ഒരു രേഖ എത്രത്തോളം ബലമില്ലാത്തതാണെന്നും അദൃശ്യമാണെന്നും ശരിക്കും ടീക്കോഫ്, മാലിക് തുടങ്ങിയ മനോഹരമായ ചിത്രങ്ങൾ, വാണിജ്യപരമായിട്ടും വിജയിച്ച ഈ ഒരു ചിത്രങ്ങൾ ഒരുക്കിയിട്ടുള്ള ശ്രീ മഹേഷ് നാരായണന് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ കലയും കച്ചവടത്തിനെയും കുറിച്ചിട്ടുള്ള ഈ ഒരു അതിർവരമ്പിൻ്റെ ഈ ഒരു വ്യക്തത നമുക്കിന്നിവിടെ പറയാൻ ഏറ്റവും നന്നായിട്ട് കഴിയുന്ന ഒരാൾ മഹേഷാണ്. മഹേഷ്, നമസ്കാരം. ഇത് ഞാനെപ്പോഴും ഹരിയോട് പലപ്പോഴായിട്ട് പറയാറുള്ള കാര്യമാണ്, ഞാൻ തിരക്കഥ ഒരു ലിറ്റററി വർക്കായിട്ട് കാണാറില്ല. സിനിമയ്ക്ക് വേണ്ടി എഴുതുന്ന ഒരു തിരക്കഥ പലപ്പോഴും പുസ്തകമാക്കാറുണ്ട്. പുസ്തകം അത് വായിച്ചു കഴിഞ്ഞാൽ പലർക്കും അതിനകത്തുനിന്ന് പല ഇൻപുട്സും കിട്ടാറുണ്ടെന്ന് പറയാറുണ്ട്. പക്ഷേ ഞാൻ ഇന്നും വിശ്വസിക്കുന്നത്, എൻ്റെ തോട്ട് പ്രോസസ്സിൽ അത് ഒരിക്കലും ഒരു ലിറ്റററി വർക്കല്ല. അതൊരു ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ബ്ലൂ പ്രിൻ്റായിട്ട് മാത്രമേ ഞാനിതിനെ കാണാറുള്ളൂ. ഇപ്പോൾ ഇവിടെ ഇന്നത്തെ വിഷയത്തിനകത്ത് ഞാൻ രണ്ട് സ്വഭാവത്തിലുള്ള സിനിമകളും ചെയ്തിട്ടുണ്ട് ഒരു പരിധി വരെ. അതിനകത്ത് എഡിറ്ററായിട്ട് തുടങ്ങിയ ആളാണ്. അപ്പം എഡിറ്റ് ചെയ്ത സമയത്തും ഈ പറഞ്ഞ പോലെ താരതമ്യേന കച്ചവട സിനിമകൾക്ക് മുമ്പ് ഒരു ഫിലിം സ്കൂളിൽ നിന്ന് വരുന്ന ഒരാളായതുകൊണ്ട് തന്നെ കുറച്ചുകൂടി അക്കാഡമിക് ആയിട്ടുള്ള സിനിമകൾ തന്നെയാണ് ആൾക്കാർ ആദ്യം എന്നെ ഏൽപ്പിച്ചത്. അത് കഴിഞ്ഞ് പിന്നീട് കച്ചവട സിനിമകളിലേക്കൊക്കെ നമ്മൾ തിരിയുന്നുണ്ട്. പക്ഷേ രണ്ടിലും ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം പ്രിയങ്ക പറഞ്ഞ ഒരു പോയിൻ്റ് ഉണ്ട്, ഈ ഒരു മതിലെന്ന് പറയുന്നത്. അത് പതുക്കെ എവിടെയോ അതിൻ്റെ വരമ്പ് പതുക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഡിമിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം നമ്മളെല്ലാവരും കാണുന്ന ഇൻഡിപെൻഡൻറ്റ് സിനിമ അല്ലെങ്കിൽ സ്വതന്ത്ര സിനിമ, ഈ പറഞ്ഞ പോലെ കലാമൂല്യമുള്ള സിനിമകൾക്ക് പോലും ഇന്നത്തെ കാലത്ത് വാണിജ്യപരമായിട്ടുള്ള സക്സസ്സുകൾ ലഭിക്കുന്നുണ്ട്. അതിപ്പം ഈ പറഞ്ഞ പോലെ കോടികളുടെ നമ്പറുകളിലല്ലായിരിക്കാം ഇതുണ്ടാവുന്നത്. പക്ഷേ എന്നാൽ പോലും ഈ പറഞ്ഞ പോലെ ഒരു പരിധി വരെ അതിനെയൊക്കെ വാങ്ങാനുള്ള പല സ്ഥലത്തായിട്ട് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതിൻ്റെ പ്രശ്നം നമ്മളിത് എങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നതനുസരിച്ചാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഏതൊരു ഫിലിം ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയുന്നത് ഇപ്പോൾ ഏലിസ് ഫെസ്റ്റിവലായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ യാത്ര ചെയ്താലും, അതിപ്പോൾ കാൻസ് ആയിക്കോട്ടെ, ബുസാൻ ആയിക്കോട്ടെ, ലൊക്കോർണോ ആയിക്കോട്ടെ, ടൊറൻറ്റോ ആയിക്കോട്ടെ, എവിടെ പോയാലും ഈ ഫെസ്റ്റിവലിനോട് അനുബന്ധിച്ച് തന്നെ ഒരു മാർക്കറ്റ് നമുക്ക് കാണാം. അപ്പോൾ ഈ മാർക്കറ്റ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമറിലി പ്രീമിയർ തേടി വരുന്ന സിനിമകൾക്ക് അവിടെ തന്നെ ഒരു കച്ചവടം ഉറപ്പിച്ച് നമുക്കൊരു എന്താ പറയുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ സംവിധാനം ലഭിക്കുകയും അതിലൂടെ അതിൻ്റെ നിർമ്മാതാക്കളായിട്ടുള്ള ആളുകൾക്ക് ഒരു ഉടമ്പടി, അതായത് ഇതിൻ്റെ ഏരിയ തിരിച്ചുള്ള ഡിസ്ട്രിബ്യൂഷൻ സമ്പ്രദായങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു മാർക്കറ്റ് പ്ലേസ് അവർ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് ഇന്ത്യയിലോട്ട് വന്നു. NFDC ഒരു പരിധി വരെ NFDC ഫിലിം ലാബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ലാബ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അത് അത്ര കണ്ടങ്ങ് സക്സസ്ഫുൾ ആയില്ലെങ്കിൽ പോലും നമ്മളിപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ഈവൻ നമ്മുടെ IFFKയിൽ പോലും നിരവധി ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അതായത് പല തരത്തിലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പടങ്ങൾ കാണുകയും അതിനുശേഷം സ്ക്രീനറുകൾ ആവശ്യപ്പെടുകയും
അതിൻ്റെ കച്ചവടത്തിൻ്റെ ഡിസ്കഷൻസ് സ്റ്റാർട്ട് ചെയ്യുകയും പിന്നീട് ചിലപ്പോൾ അത് മോണിറ്റൈസ് ചെയ്യാനായിട്ട് ആ ഒരു ഫെസ്റ്റിവൽ ചിലപ്പം ആ സംവിധായകനോ അല്ലെങ്കിൽ ആ നിർമ്മാതാവിനോ അത് പ്രാക്ടിക്കലായെന്ന് വരില്ല. പക്ഷേ അത് കുറച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ വിപണന സാധ്യത സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്, എല്ലാ കാലത്തും എല്ലാവരും വിശ്വസിക്കുന്നത് തിയേറ്ററിലേക്ക് ഇറക്കുന്ന സിനിമ മാത്രമാണ് കച്ചവട സിനിമ എന്നുള്ളതാണ്. ശരിക്കും അതല്ല. നിങ്ങൾ ഒരിക്കലും അതൊരു തെറ്റായ ധാരണയാണ്. കാരണം തിയേറ്റർ ശരിയാണ്, സിനിമ ഉണ്ടാക്കുന്നത് തിയേറ്ററിലേക്ക് തന്നെയാണ്. പക്ഷേ തിയേറ്റർ എന്ന് പറയുന്നതിനകത്ത് തന്നെ നമ്മളുടെ സിനിമകൾക്ക്, മലയാളത്തിൽ ഇറങ്ങുന്ന സിനിമകൾക്ക്, ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ടിഫിലായിക്കോട്ടെ, കഴിഞ്ഞ കാൻസിലായിക്കോട്ടെ, കുമ്മാട്ടി പോലുള്ള സിനിമകളുടെ റീസ്റ്റോർഡ് വേർഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അതിന് കാഴ്ചക്കാരുണ്ട്, അതിനെ എന്താ പറയുന്നത്, അതിൻ്റെ സ്വീകാര്യത അത്രയും വലുതാണെന്ന് ആൾക്കാർ കാണുന്നുണ്ട്. ഇതേപോലെ തന്നെ ഇപ്പം നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കമേഴ്ഷ്യൽ സിനിമ എന്ന് ആരോട് ചോദിച്ചാലും നിസ്സംശയം പറയാൻ പറ്റുന്ന സിനിമ എന്ന് പറയുന്നത് ഷോലയാണ്. ഷോലയുടെ റൈറ്റ്സ് കൊണ്ട് മാത്രമാണ് സിപ്പി ഫാമിലി ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവരതിൻ്റെ നമ്മളിപ്പോഴും ചിന്തിക്കണം, എഴുത്തുകാരനും എല്ലാവരും ചിന്തിക്കുന്നത് ഇതിൻ്റെ IP, ഞാൻ പറയും ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി, അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെയാണ് ഇനി കൂടുതലും വരേണ്ടത്. ഈ IP ആരാണ് ഹോൾഡ് ചെയ്യുന്നത്? നമ്മളൊരു സ്റ്റുഡിയോയ്ക്ക് വേണ്ടി സിനിമ ചെയ്യുകയാണെങ്കിൽ, ഭാഗ്യത്തിന് മലയാള സിനിമയിലോട്ട് സ്റ്റുഡിയോകൾ അധികം കടന്നു കയറി വന്നിട്ടില്ല, ഇനി അങ്ങോട്ട് വരാനുള്ള സാധ്യതകൾ ഒരുപാട് കൂടുതലാണ്. അപ്പോഴും നമ്മൾ ഈ IP ആർക്കാണ്, ആരുടെയാണിത്, അവകാശി ആരുടെയാണ്? അപ്പം ഞാൻ എപ്പോഴും കാണുന്നതെന്ന് പറഞ്ഞാൽ, എഴുത്തുകാരൻ ഇതിൻ്റെ ഒരു പീസ്, ഇപ്പോൾ ഒരു വലിയ കേക്കാണെങ്കിൽ അതിലൊരു കഷ്ണം എഴുത്തുകാരൻ കൈവശം വെക്കണം എന്നുള്ള നിഷ്കർഷമുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അത് വിട്ടുകൊടുക്കാതിരിക്കുക. കാരണം അത് ഇന്ന് MT സാർ ആക്റ്റീവായിട്ട് സിനിമ ചെയ്യുന്ന ആളാണെങ്കിൽ, സിനിമ എഴുതുന്ന ആളാണെങ്കിൽ, അദ്ദേഹം വയ്ക്കുന്ന ആദ്യത്തെ ക്ലോസ് അതായിരിക്കും. കാരണം ഞാൻ എല്ലാ കാലത്തും വിശ്വസിക്കുന്ന എഴുത്തുകാരൻ്റെ ഇൻറ്റഗ്രിറ്റി ഒരു കാലത്തും നഷ്ടപ്പെടുത്താത്ത ഒരു ചലച്ചിത്രകാരനാണ് MT സാർ. അദ്ദേഹത്തിന് എല്ലാ മേഖലയിലും അദ്ദേഹം എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും സിനിമാ പ്രവർത്തനത്തിൽ ആ കമൻറ്റ് പറഞ്ഞത് അടൂർ സാറാണെന്ന് കൂടെ ആലോചിക്കണം. കാരണം അടൂർ സാറിൻ്റെ സിനിമകൾക്ക് എല്ലാ കാലത്തും വാണിജ്യപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടായ സിനിമകൾ തന്നെയാണ്. അപ്പോൾ നമ്മളെപ്പോഴും പറയുന്നു ആർട്ട് സ്കൂൾ സിനിമയാണിത്, ആർട്ട് സ്കൂളാണെന്ന് പറഞ്ഞാൽ പോലും ആർട്ട് ഹൗസ് സിനിമകൾക്കും വാങ്ങാൻ ആളുകളുണ്ട്. കൃത്യമായ സ്ഥലങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇതിന് ഗൈഡൻസ് കൊടുക്കാൻ ആളുകളില്ല, ക്യൂറേറ്റേഴ്സ് ഇല്ല, പ്രോഗ്രാമേഴ്സ് ഇല്ല. പലരും പറയുന്നുണ്ട് ഇത് ഞങ്ങൾക്ക് എത്താൻ പറ്റുന്നില്ല. എന്നോട് തന്നെ പല ആൾക്കാരും അപ്രോച്ച് ചെയ്യാറുണ്ട്, ഇത് ഞങ്ങളൊരു ഇൻഡി സിനിമ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഇൻഡി സിനിമ എന്ന് പറയുന്ന സാധനം ചില സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ താരങ്ങളുള്ള സിനിമയും ഇൻഡി സിനിമ തന്നെയാണ്. അത് ഉണ്ടാക്കുന്ന രീതിയുടെ സ്വഭാവത്തിലാണ് അത് ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ കച്ചവടത്തിനെ കുറിച്ച് നമ്മൾ ഒരു ധാരണ ആദ്യമേ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമായിട്ട് ഒരു അവയർനെസ്സാണ്. പിന്നെ ഇതിൻ്റെ സമയം, ഇപ്പം നമ്മളുടെ മലയാള സിനിമ അത് ഒരു പരിധി വരെ ഇന്ത്യയിലെ എല്ലാ സിനിമകളും നമ്മളെല്ലാവരും ഒരു ഡേറ്റിനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഡേറ്റാണ്. അതായത് ഇപ്പോൾ റിലീസ് ഡേറ്റ്, ആക്ടേഴ്സിന് ഡേറ്റുകൾ മാറുന്നു. എഴുത്തുകാരൻ തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ തിരക്കഥ തീർത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡ്രാഫ്റ്റുകൾ തീർത്തുകൊണ്ടിരിക്കുകയായിരിക്കാം. എന്നാൽ പോലും ഈ റിലീസ് ഡേറ്റ് മാറുന്നില്ല. ഷൂട്ടിംഗ് തുടങ്ങുക എന്ന് പറയുന്നത് ഡെഫിനറ്റ് ആയിട്ടൊരു ഡേറ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാലും അത് മാറും, ഷിഫ്റ്റ് ആവും. പക്ഷേ ഈ ഡേറ്റിനെ ചേസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അവിടെയും ഈ പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴും ചേസ് ചെയ്യുന്ന ഡേറ്റ് എന്താണ്? ഒരു ഫെസ്റ്റിവൽ, ഒരു ഓണം, അല്ലെങ്കിൽ ഒരു ദീപാവലി, അല്ലെങ്കിൽ ഒരു ക്രിസ്മസ്, ഒരു വിഷു. ഇതൊക്കെയാണ് നമ്മളുടെയൊക്കെ മുമ്പിലുള്ള ഒരു സാധാരണഗതിയിൽ ഒരു കച്ചവട സിനിമയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ, ഒരു സംവിധായകനോ നിർമ്മാതാവിൻ്റെയോ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന സമയങ്ങളെല്ലാം ഇതാണ്. ഇതിനെ ചേസ് ചെയ്യുക. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിയേറ്ററിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ലൈഫ് എന്താണ്, അതിനെക്കുറിച്ച് ആരും ആലോചിക്കുന്നില്ല. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ OTT പ്ലാറ്റ്ഫോംസ് വന്നു തുടങ്ങിയതിന് ശേഷമാണല്ലോ നമ്മളെല്ലാവരും പറയുന്നു മലയാള സിനിമയുടെ സ്വീകാര്യത വളരെ എന്താ പറയുന്നത്, ഇൻ്റർനാഷണലിയും അക്സെപ്റ്റൻസ് കിട്ടുന്നു. രാജ്യവ്യാപകമായിട്ട് നോർത്ത് ഇന്ത്യയിൽ ഇരിക്കുന്ന ആളുകളെല്ലാം മലയാള സിനിമകൾ കണ്ടു തുടങ്ങുന്നു. ഒരു പരിധി വരെ ശരിയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ എന്നാൽ പോലും നമ്മൾ ഈ മുമ്പെന്നും ഈ പറഞ്ഞ പോലെ ഞാൻ പറയുന്ന ഒരു പ്രീ കോവിഡ് കോവിഡിന് മുമ്പ് ഒരു 3-4 കൊല്ലം മുമ്പൊന്നും റൈറ്റ്സ് എങ്ങനെ സെല്ല് ചെയ്യണമെന്ന് പോലും ആർക്കും അറിയില്ല. കാരണം നമ്മുടെ നിർമ്മാതാക്കൾ പോലും അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല. കാരണം അവർക്ക് വേണ്ടത് ഇത് എത്രയും പെട്ടെന്ന് നമ്മൾ കൊളോക്കിയലായിട്ട് പറഞ്ഞാൽ വിറ്റ് കഴിച്ചിലാക്കുക. കാരണം ഇതിങ്ങനെ കിടക്കുകയുള്ളൂ. കാരണം ആരും ഇത് എവിടെ നിന്നൊക്കെയോ ഇൻട്രസ്റ്റ് എടുത്ത കാശ് അവസാനം ഇതെങ്ങനെ എത്തിത്തീരുന്നു,
അപ്പോൾ ഇത് തീർക്കാനായിട്ട് എത്തുന്ന സമയത്ത് ലാസ്റ്റ് മിനിറ്റിലേക്ക് ഒരു എഗ്രിമെൻറ്റ് വരുന്നുണ്ട്. ഈ എഗ്രിമെൻറ്റ് വായിച്ചു പോലും നോക്കുന്നില്ല, സൈൻ ചെയ്തങ്ങ് പോവുകയാണ്. അപ്പോൾ ഇതിനകത്ത് IP ആരുടെ കയ്യിലേക്ക് കിടക്കുന്നത്, എങ്ങോട്ടൊക്കെയാണ് ഷെയർ ചെയ്ത് പോകുന്നത്, ഏതൊക്കെ പ്ലാറ്റ്ഫോമിൽ. അപ്പം നമ്മൾ ചില സ്റ്റുഡിയോകളുടെ, കോർപ്പറേറ്റ് സ്റ്റുഡിയോസിൻ്റെ ഈ എഗ്രിമെൻറ്റ് വായിക്കുമ്പോൾ ഇനി ഈ യൂണിവേഴ്സിലുള്ള എല്ലാ റൈറ്റ്സും ഇനി വേറെ ഏതെങ്കിലും ഗാലക്സിയിൽ ഏതെങ്കിലും യൂണിവേഴ്സ് വേറെ ഏതെങ്കിലും സ്ഥലം ഉണ്ടായാൽ അവിടുത്തെ റൈറ്റ്സ് കൂടെ ചേർത്താണ് നമ്മൾ എഴുതി കൊടുക്കുന്നത്. അത് എഴുത്തുകാരൻ്റെയും കൂടെ ചേർത്താണ് പോകുന്നത്. ഇത് ആരും മനസ്സിലാക്കുന്നില്ല, പക്ഷേ ഇത് എഴുതി അങ്ങ് പോവുക. അപ്പോൾ ഇത് കഴിഞ്ഞ് ഒരു സമയത്ത് ഞങ്ങളെല്ലാവരും കുറച്ച് സിനിമാ സുഹൃത്തുക്കൾ എല്ലാവരും കൂടെ ചേർന്ന് ബോംബെയിൽ കണ്ടുമുട്ടിയ സമയത്ത് പലരും ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ വിധു വിനോദ് ചോപ്ര എന്ന് പറഞ്ഞ മനുഷ്യനെ കാണാൻ, അദ്ദേഹമാണ് ഒരു പരിധി വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കച്ചവട സിനിമയിൽ ഇപ്പോൾ രാജ്കുമാർ റാണിയുടെ പല സിനിമകളും, ഇപ്പോൾ 3 Idiots ആയിക്കോട്ടെ, ഈ മുന്നാബായി ആയിക്കോട്ടെ, അദ്ദേഹം പറയുന്നത് ഞാൻ എൻ്റെ IP സെല്ല് ചെയ്യുന്നത് 2 വർഷത്തേക്കുള്ളൂ. ഈ 2 വർഷം കഴിഞ്ഞാൽ എനിക്ക് ബൈ ബാക്കാണ്, ഞാൻ തിരിച്ച് മേടിക്കുകയാണ്. തിരിച്ച് മേടിച്ചു കഴിഞ്ഞാൽ അതെൻ്റെ കമ്പനിക്കാണ്. ആ കമ്പനിയിലേക്ക് പോകുമ്പോൾ എൻ്റെ എഴുത്തുകാരൻ, എൻ്റെ സംവിധായകനും അതിൻ്റെ ഒരു ശതമാനം ഞാൻ കൊടുക്കും. ഇത് ഞാൻ വേറെ ഒരിടത്തും കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് ഭയങ്കര റെസ്പെക്ട് തോന്നി. അത് ഭയങ്കര നല്ല പോളിസിയാണ്. അപ്പോൾ പുള്ളി പറയുന്നത് ഇത് ഇപ്പോഴല്ല നിങ്ങൾക്ക് ഇതിൻ്റെ വാല്യൂ മനസ്സിലാവുന്നത്. ഇപ്പോൾ ഒരു പുസ്തകത്തിൻ്റെ വാല്യൂ ഇപ്പോഴല്ല കിട്ടുന്നത്, അത് പതുക്കെ അതിൻ്റെ വളർച്ച ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ളതിനകത്ത് എഴുതാനും തിരക്കഥയിലോട്ട് വരുന്ന ആൾക്കാരായാലും കഥാകൃത്ത്, ഇപ്പം എല്ലാവരും പറയുന്നുണ്ട് നിങ്ങളൊന്ന് രജിസ്റ്റർ ഇടുക. ഓക്കെ, രജിസ്ട്രേഷനും സംഭവങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ വിപണനത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ആക്റ്റീവ്ലി ക്രിയേറ്റീവായിട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും, കാരണം നമ്മൾ പൊതുവെ ക്രിയേറ്റീവായിട്ടിരിക്കുന്ന ആൾക്കാർ നമ്മൾ ചിന്തിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഓക്കെ, കച്ചവടമൊക്കെ പ്രൊഡ്യൂസേഴ്സ് നടത്തുന്ന കാര്യമല്ലേ, നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ബോധർ ചെയ്യുന്നത്, അവർ നടത്തിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ എന്തൊക്കെയാണ് ഇതിനകത്ത് കൈമാറ്റം ചെയ്യപ്പെടുന്നത്, എന്തൊക്കെയാണ് ഇതിനകത്ത് പോകുന്നത്? ഇപ്പോൾ റീമേക്ക്, ഇപ്പോൾ ബാഹുലിൻ്റെ സിനിമ കിഷ്കിന്ധയുടെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ റീമേക്ക് പോകാൻ സാധ്യതയുള്ള സിനിമയാണ്. അപ്പോൾ അതിനകത്ത് എത്ര ശതമാനമാണ് നിങ്ങളുടെയൊക്കെ റൈറ്റ്സ് വരുന്നത്? അപ്പോൾ നമ്മുടെ ഒരു കണക്കാണ്, നാച്ചുറൽ കണക്കെന്ന് പറയുന്നത് 33 ആണ്. റൈറ്റർ 33, ഡയറക്ടർ 33, പ്രൊഡ്യൂസർ 33, ഇങ്ങനെ ഒരു കണക്കിലാണ് പോകുന്നത്. ഇനി റൈറ്ററും ഡയറക്ടറും ഒരാളാണെങ്കിൽ 50-50 എന്നുള്ളൊരു ഇതിലാണ് പോകുന്നത്. പക്ഷേ ഇപ്പോൾ വരുന്ന അത് പണ്ടത്തെ റൈറ്റ്സ് ആയിരുന്നു. ആ റൈറ്റ്സിൻ്റെ ഇപ്പോഴത്തെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്റ്റുഡിയോ ഇത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അവരിതിൻ്റെ 10% സൈനിങ്ങേ തരുന്നുള്ളൂ. പിന്നെ അവർ പറയുന്നത് ഇത് എന്തെങ്കിലും സിനിമ ആയി കഴിഞ്ഞാൽ, ഞങ്ങൾ മോണിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് ഇത് റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ തീർന്നു. അപ്പം നമ്മളെപ്പോഴും പറയുന്നത്, ഒരു കഥ മേടിക്കുമ്പോൾ ആ കഥ മേടിക്കുന്ന ഏത് തരത്തിലാണ് മേടിക്കുന്നത്? ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റാണ് മേടിക്കുന്നത്. അപ്പോൾ ആ പടത്തിൻ്റെ റീമേക്കിൻ്റെ തിരക്കഥ എന്താണ്? ആ തിരക്കഥ എന്ന് പറഞ്ഞാൽ ഒരു എഡിറ്റഡ് പടത്തിൻ്റെ തിരക്കഥയാണ് ഉണ്ടാക്കുന്നത്. ഇത് ഞാനിപ്പോൾ ട്രാഫിക് എന്ന് പറഞ്ഞ പടത്തിൻ്റെ എല്ലാ ഭാഷയും എഡിറ്റ് ചെയ്ത ആളാണ്. അപ്പോൾ ആ സമയത്ത് ഈ ഹിന്ദി ചെയ്യുന്ന സമയത്ത് ആ സംവിധായകൻ ശരിക്കും പറഞ്ഞാൽ വളരെയധികം സങ്കടപ്പെട്ടു പോയി. കാരണം അവർ പറയുന്നു ഇത് നോൺ ലീനറായിട്ടാണ് ഇരിക്കുന്നത്, ഇത് ലീനർ ആക്കണം. അപ്പം ഞാൻ അവരോട് തർക്കിക്കുന്നത്, ഇത് ലീനറായിട്ട് ഷൂട്ട് ചെയ്യപ്പെട്ട പടമല്ല, നോൺ ലീനറായി എഴുതപ്പെട്ട ഒരു സിനിമ, നോൺ ലീനറായി എഡിറ്റ് ചെയ്യപ്പെട്ട സിനിമ ഒരു ഭാഷയിൽ വർക്കായി. ആ വർക്കായി കഴിഞ്ഞതിന് ശേഷമാണ് 20th Century Fox എന്ന് പറഞ്ഞൊരു കമ്പനി വന്ന് ഇത് ഞങ്ങൾക്ക് ഹിന്ദിയിലേക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് മേടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തിരക്കഥ എവിടെയാണ്? ആ തിരക്കഥ എന്ന് പറയുന്നത്, അതിൻ്റെ മൂല തിരക്കഥ എന്ന് പറയുന്നത് ഒറിജിനൽ തിരക്കഥയല്ല. അതിൻ്റെ മൂല തിരക്കഥ എന്ന് പറഞ്ഞാൽ എഡിറ്റഡ് തിരക്കഥയാണ്. അത് വെച്ചിട്ടാണ് അദ്ദേഹം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതിനെ ലീനിയറാക്കാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സിനിമ നശിച്ചു പോകും. അപ്പോൾ അവിടെ കൺട്രോൾ വേണം. എല്ലാ കാലത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സ്റ്റുഡിയോസ് വന്നു കഴിയുമ്പോഴുള്ള പ്രശ്നം, റൈറ്റർക്കോ ഡയറക്ടർക്കോ ഇതിൻ്റെ അവകാശമില്ല, ഫൈനൽ കട്ടിൻ്റെ അവകാശമില്ല. അതായത് നമ്മളെ ഏത് സമയത്തും ടെർമിനേറ്റ് ചെയ്യാം, അവരെ നമുക്ക് എടുത്തു കളയാം. അപ്പോൾ ഇത് ഞങ്ങൾ ഇന്നും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. ഇതങ്ങനെ പറ്റില്ല. ഇപ്പോൾ ഇങ്ങനൊരു ക്ലോസ് നമ്മൾ അമെൻഡ് ചെയ്തൊരു ക്ലോസ് വെച്ച് വിടുമ്പോഴേക്കും അവർ പറയുന്നത്, ഇല്ല, ദിസ് ഇസ് മാൻഡേറ്ററി, യു സ്പീക്ക് ടു എനി സ്റ്റുഡിയോ, ദിസ് ഇസ് മാൻഡേറ്ററി, ദ മെയിൻ ഡയറക്ടേഴ്സ് വർക്ക് ലൈക്ക് ദിസ് ഹിയർ, അങ്ങനെയാണ് പറയുന്നത്. അതുകൊണ്ട് ഈ പലപ്പോഴും ഈ കരാറടിസ്ഥാനത്തിലേക്ക് വരണം. മലയാള സിനിമയും കരാറടിസ്ഥാനത്തിലേക്ക് വരികയും ട്രാൻസ്പെറൻ്റ് ആയിട്ട് എല്ലാവരുമായിട്ടും ഈ കരാറുകൾ ചർച്ച ചെയ്യപ്പെടണം. അത് വലുതോ ചെറുതോ എന്നുള്ളതല്ല. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചില സിനിമകൾക്ക് ബാക്ക് എൻഡിലായിരിക്കും. ബാക്ക് എൻഡ് എന്ന് പറയുന്നത്, ഓക്കെ, ഈ സിനിമ ഉണ്ടാക്കാൻ ഇത്ര പൈസ വേണം, ബാക്ക് എൻഡിലായിരിക്കും നിങ്ങളുടെ കാശ്. അപ്പോൾ ബാക്ക് എൻഡിൽ എത്ര ശതമാനം, അതിന് കൃത്യത ഉണ്ടാവണം. ബാഹുലിനെ പറ്റി പറയുകയാണെങ്കിൽ, സാധാരണ ഇപ്പോൾ ഈ അടുത്ത കാലത്ത്
ഒരു തിരക്കഥയെ പറ്റിയിട്ട് തന്നെ മലയാളികൾ നമ്മൾ ഇങ്ങനെ വാദോരാതെ സംസാരിച്ചുകൊണ്ടിരുന്നതാണ്. തിയേറ്ററിൽ ഗംഭീര ഒരു തിരക്കഥയുള്ളൊരു സിനിമ വന്നു, ആ സിനിമ കാണണമെന്ന് നമ്മളെല്ലാവരും മലയാളികൾ ഒറ്റ വാക്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സിനിമയാണ്. ഈ സമീപകാലത്ത് വന്ന ഒരു ഗംഭീര തിരക്കഥ, ഒരു ഗംഭീർ സിനിമയായിരുന്നു. അത് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ് കിഷ്കിന്ധാഖണ്ഡം. ഈ ഒരു തലമുറയിൽ തന്നെ ഒരു വലിയ വാഗ്ദാനം കൂടിയാണ് ബാഹുൽ എന്ന് പറയുന്ന ഈ ഒരു അത്രയും കഴിവുള്ള ഒരു കലാകാരൻ. കച്ചവടത്തെയും, അതായത് കലയെയും ഈ ഒരു വാണിജ്യപരമായിട്ടുള്ള കച്ചവടത്തെയും രണ്ടുമേയും ഒരുപോലെ സമന്വയിപ്പിച്ചുകൊണ്ട് തന്നെ ഒരു വിജയ സിനിമ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് വളരെയധികം എഫേർട്ട് എടുത്ത് അത്തരത്തിലുള്ള ഒരു സിനിമയെ വിജയിപ്പിച്ച ഒരു വ്യക്തി കൂടിയാണ് ബാഹുൽ. അപ്പോൾ ബാഹുലിന് എങ്ങനെയായിരുന്നു ഈ സിനിമയിലേക്ക്, എന്തുകൊണ്ടാണ്, അതായത് ഇത്തരത്തിലുള്ളൊരു സബ്ജക്റ്റ്, അതിൽ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആസിഫിൻ്റെയും വിജയരാഘവൻ അങ്കിളിൻ്റെയും കാര്യം, കുറേ നാളിന് ശേഷമുള്ള ഒരു ഗംഭീര പെർഫോമൻസും കൂടെ നമ്മൾ കണ്ടൊരു സിനിമയാണ്. നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ആക്ടേഴ്സാണ് അവർ. അപ്പോൾ അവരുടെയൊക്കെ അത്രയും വലിയ പെർഫോമൻസ് നമ്മൾ കാണാൻ പറ്റി. അപ്പോൾ വളരെയധികം നല്ല മുഹൂർത്തം. അതുമാത്രമല്ല, അവസാന നിമിഷം വരെ വളരെ കൺവിൻസിങ് ആയിട്ട് പ്രേക്ഷകനെ പിടിച്ചിരുത്താൻ പറ്റുന്ന, കൺവിൻസിങ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള കെട്ടുറപ്പുള്ളൊരു തിരക്കഥയായിരുന്നു ആ സിനിമ. അപ്പോൾ ആ സിനിമയുടെ ആദ്യത്തെ വിജയ സാധ്യത എന്ന് പറയുന്നത് തന്നെ ആ കെട്ടുറപ്പുള്ള തിരക്കഥയായിരുന്നു. ഇങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു സബ്ജക്റ്റിലേക്ക് ഇത്രയും മനോഹരമായൊരു തിരക്കഥ, അതും വാണിജ്യപരമായിട്ട് വിജയമാകുന്ന രീതിയിലേക്കുള്ള ഈ സിനിമ ഒരുക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ. പറ്റിപ്പോയതാണ്. അല്ല, ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ വളരെ ഓട് വൺ ഔട്ടായിട്ടാണ് ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നത്. അത് ഇവരൊക്കെ സംസാരിച്ച പോലെ ഈ വിഷയത്തെക്കുറിച്ച് അത്രയും ജനറലൈസ് ചെയ്ത് പറയാനുള്ള അറിവോ വിവരമോ എക്സ്പീരിയൻസോ എനിക്ക് ആയിട്ടില്ല. എൻ്റെ അനുഭവം, ആ അനുഭവം കൊണ്ടുള്ള ചെറിയ തോന്നലുകളും മാത്രം പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇത് എഴുതുന്നത് തന്നെ ഇതൊരു സിനിമയാക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തിലല്ല ഇത് എഴുതി തുടങ്ങിയത്. ലോക്ക്ഡൗൺ സമയത്താണ് ഇത് എഴുതിയത്. അപ്പോൾ ലോക്ക്ഡൗൺ സമയത്ത് എല്ലാവരും പോലെ വീട്ടിൽ ലോക്കായിട്ടിരിക്കുകയാണ്, ഒരു പണി ഒന്നും ചെയ്യാനില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. നമ്മളൊക്കെ വീട്ടിൽ കുട്ടികളായിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ എന്തെങ്കിലും ചിത്രം വരച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കവിത കുറിച്ചിട്ടോ അച്ഛനമ്മയോ അല്ലെങ്കിൽ വീട്ടിലുള്ള ചേച്ചിമാരെയൊക്കെ കാണിക്കുമല്ലോ. വെറുതെ അവരുടെ ഒരു ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടി മാത്രമാണ്. പിന്നെ നമുക്കൊരു എക്സസൈസ് എന്നുള്ള രീതിയിലും കൂടെ. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ സിനിമ ഫീൽഡിൽ, ടെക്നിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട്, ഐ മീൻ അതർ ലിറ്ററേച്ചർ ഫോംസ്, സ്റ്റോറി റൈറ്റിംഗ്, നോവൽസിനേക്കാൾ കൂടുതൽ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിൻ്റെ ഫോമാറ്റിലോട് കുറച്ചുകൂടെ താല്പര്യമുള്ളതുകൊണ്ടാവാം തോന്നിയൊരു ഒരു നെറേറ്റീവ്, ഒരു പ്ലോട്ട് സ്ക്രിപ്റ്റിൻ്റെ ഫോമാറ്റിലൊന്ന് വെറുതെ എഴുതി നോക്കാമെന്ന് തോന്നി. അല്ലാതെ ആരുമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടില്ല. അത് സിനിമ ആകുമെന്നുള്ള പ്രതീക്ഷയില്ല. വെറുതെ എനിക്ക് വായിക്കാം, അച്ഛനും അമ്മയ്ക്കും ചേട്ടനൊക്കെ വായിക്കാൻ കൊടുക്കാം, ഇത്രയൊക്കെ തന്നെ ഉദ്ദേശം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കച്ചവട സാധ്യതയെക്കുറിച്ചുള്ള യാതൊരു ചിന്തയും മനസ്സിൽ കൂടെ പോയില്ല. ഫോമാറ്റുകളെ കുറിച്ചിട്ടോ ഫോമുലേഴ്സിനെ കുറിച്ചിട്ടോ ഒന്നും മനസ്സിൽ കൂടെ പോയില്ല. അതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്നുള്ളത് തന്നെയാണ് ബേസിക് ബോട്ടം ലൈൻ കാര്യങ്ങൾ. ഹൗ ടു റൈറ്റ് എ സ്ക്രീൻ പ്ലേ എന്നുള്ള ട്യൂട്ടോറിയൽ കണ്ടിട്ടില്ല. കാരണം ഇതൊരിക്കലും നമ്മുടെ പ്രൊഫഷണൽ നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ, പ്രൊഫഷണലായിട്ട് എടുത്തിട്ടുമില്ല. പ്രൊഫഷണലായിട്ട് ഇതിൻ്റെ സിനിമാട്രഫിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ ലോക്ക്ഡൗൺ സമയത്ത് യാദൃശ്യമായിട്ട് സംഭവിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അറിവില്ലായ്മ കുറേ രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിനെക്കുറിച്ചൊക്കെ ഒരു കുറച്ചെങ്കിലും ബോധമോ അറിവോ അല്ലെങ്കിൽ പാരാമീറ്റേഴ്സിനെ കുറിച്ചൊക്കെയുള്ള ചില ധാരണകൾ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മളെ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യാൻ നോക്കിയേനെ. സ്ക്രിപ്റ്റ് ഈ രീതിയിൽ പോകുന്നുണ്ടോ, ഓക്കെ, ഇതിൻ്റെ ഇത്രാമത്തെ ആക്റ്റിൽ ഇങ്ങനെ നടക്കുന്നുണ്ടോ, ഇതിൻ്റെ ഇൻ്റർവെലിന് ഇങ്ങനെ നടക്കുന്നുണ്ടോ, ക്ലൈമാക്സിന് തൊട്ട് മുന്നേ ഇങ്ങനെ നടക്കുന്നുണ്ടോ എന്നുള്ളത് ടിക്ക് ചെയ്യാൻ നോക്കിയേനെ. ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയാത്തതുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കേണ്ട. എനിക്ക് ഓണസ്റ്റ്ലി എനിക്കറിയില്ല. ഇപ്പോൾ 3 ആക്ട് സ്ട്രക്ചർ, 4 ആക്ട് സ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ. കിഷ്കിന്ധാഖണ്ഡം എത്ര ആക്ടുള്ള സ്ട്രക്ചറാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെ ഒരു സമ്പ്രദായത്തിലാണോ അത് കിടക്കുന്നത് എന്നുള്ളത് അറിഞ്ഞുകൂടാ. ഞാൻ ജസ്റ്റ് ഓർഗാനിക്കലി മനസ്സിൽ എന്ത് ഫ്ലോയിൽ വന്നോ അത് ബിൽഡ് ചെയ്ത് പോവുകയാണ് മാത്രം ചെയ്യുക. ജസ്റ്റ് നമ്മൾ എന്തായാലും ഇതിൽ എഴുതാൻ വേണ്ടി ഇരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ കൺസിഡറബിൾ എമൗണ്ട് ഓഫ് ടൈം നമ്മൾ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഒരു എഫേർട്ട് എടുക്കുന്നുണ്ട്, ഒരു മെൻ്റൽ എഫേർട്ടൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റണം, ഇല്ലെങ്കിൽ ആ സമയം പ്യുവർലി വേസ്റ്റാണ്. സ്ട്രെസ് അടിച്ച് പലരും, എൻ്റെ കൂട്ടുകാരനായിട്ടുള്ള സിനിമയിലുള്ള ആൾക്കാർ വളരെ സ്ട്രെസ് അടിച്ചിട്ട് വലിച്ച് പുകച്ച് നടക്കുന്നതൊക്കെ ഞാൻ കാണാറുണ്ട്. അയ്യോ അവിടെ സ്റ്റക്കായി, സെക്കൻഡ് ഹാഫിൽ നീങ്ങുന്നില്ല, അല്ലെങ്കിൽ ക്ലൈമാക്സിന് തൊട്ട് മുന്നേ ഇങ്ങനെ ഒരു പോയിന്റിലാണ് നീങ്ങുന്നത്, പക്ഷേ ഭയങ്കര പെയിൻ എടുക്കുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ എഗെയിൻ ഞാൻ ഈ പറഞ്ഞൊരു വെറുതെ ഒരു സെൽഫ് പ്ലഷറിന് വേണ്ടി എഴുതുന്നുണ്ട്, അത്തരത്തിലുള്ള പെയിനൊന്നും വേണ്ട. സോ ഞാൻ ജസ്റ്റ് വെൻ വിത്ത് ദ ഫ്ലോ ആണ്. അപ്പോൾ എവിടെയെങ്കിലും സ്റ്റക്ക് ആകുമ്പോഴും എനിക്ക് തോന്നുന്നു എപ്പോഴും നമ്മൾ സ്റ്റക്ക് ആവുന്നത് ദ ബെസ്റ്റ് ആയിരിക്കണം അടുത്ത സീൻ, അല്ലെങ്കിൽ ഫോർമുല വൈസ് ഇത് തിയേറ്ററിൽ ഇത് ഇങ്ങനെ സ്റ്റാൻഡ് ചെയ്യണം, ഇങ്ങനെ തന്നെ ഓഡിയൻസ് ഇത് റീഡ് ചെയ്യണം, എന്നാൽ ഓഡിയൻസിന് ഇങ്ങനൊരു സാധനം കൊടുക്കണം എന്നുള്ള രീതിയിലുള്ള മാൻഡാറ്ററി ചില റൂളുകൾ മനസ്സിൽ വിചാരിക്കുന്നതുകൊണ്ടായിരിക്കും ദ ബെസ്റ്റിന് വേണ്ടിയിട്ടുള്ള പെർഫെക്ഷനിസം വരുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്ക് റൈറ്റേഴ്സ് ബ്ലോക്കൊക്കെ വരിക എന്ന് ഈ ഒരു അനുഭവത്തിൽ എനിക്ക് തോന്നി. ഭാവിയിൽ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞൂടാ. 2 മാസം കഴിഞ്ഞ് ഞാൻ ചിലപ്പോൾ ഇത് തിരുത്തി പറഞ്ഞേക്കാം, അപ്പോൾ ആരും കുറ്റം പറയരുത്. അപ്പോൾ ഈ പറഞ്ഞു സ്റ്റക്കാകുന്ന സമയത്ത് ഓക്കെ, ബെസ്റ്റ് കിട്ടണില്ലെങ്കിൽ വേണ്ട, കിട്ടണ വഴിക്ക് പോവാം, തോന്നിയതുപോലെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഓർഡറിൽ പോയത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റി. പിന്നീട് ഇതുമായിട്ട് റെസൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറക്ടറെ കിട്ടി. പിന്നെ അതുമായിട്ട് റെസൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ആർട്ടിസ്റ്റുകൾ വന്നു, പ്രൊഡ്യൂസർ വന്നു, അങ്ങനെയാണ് പോയത്. അപ്പോൾ സിനിമ കംപ്ലീറ്റ് ആയി ഇതിന് റിലീസിനോടനുബന്ധിക്കുന്ന സമയത്ത് പ്രൊഡ്യൂസർ ജോബി ചേട്ടൻ എടുക്കുന്ന കോളാണ്, ബ്രദറെ നമുക്കിത് ഓണത്തിന് റിലീസ് ചെയ്താലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ ജോബി ചേട്ടൻ എല്ലാവർക്കും അറിയാം, ജോബി ചേട്ടൻ എത്രമാത്രം സിനിമയുടെ ബിസിനസ് മേഖലയിൽ എത്രമാത്രം എക്സ്പീരിയൻസ്ഡ് ആൻഡ് അറിവുള്ള ആളാണെന്നുള്ളത്. അങ്ങനെയുള്ളൊരു പ്രൊഡ്യൂസർ, ഇതിനു വേണ്ടി ഇത്രയും സ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊഡ്യൂസറിന് ഇത്രയും ഡെയറിംഗ് ആയിട്ട് നമുക്കിത് ഓണത്തിന് ഇറക്കാമെന്ന് കോൺഫിഡൻസ് കാണിക്കുമ്പോൾ താരതമ്യേന ഈ മേഖലയെക്കുറിച്ചിട്ടുള്ള അറിവും വിവരവും കുറവായിട്ടുള്ള എനിക്കോ എൻ്റെ കൂടുതലുള്ള ആൾക്കോ അതിനെക്കുറിച്ച് വലിയ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ നിഞ്ചിത്തേട്ടൻ ഇങ്ങനെ ജോബി ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ നിഞ്ചിത്തേട്ടനെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിഞ്ചിത്തേട്ടൻ ഇതിൽ നമ്മൾ ടെൻഷൻ അടിക്കണ്ട, ജോബി ചേട്ടൻ ഇത്രയും കോൺഫിഡൻസ് ആണെങ്കിൽ പിന്നെ നമ്മളെന്തിനും ടെൻഷൻ അടിക്കുന്നത്, പുള്ളി എന്തായാലും പുള്ളിക്ക് നമ്മളെക്കാളുള്ള അറിവും വിവരവും ഈ വിഷയത്തിലുണ്ട്, അപ്പോൾ നമുക്ക് പുള്ളിയുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ നിൽക്കുകയാണ് ചെയ്തത്. സിനിമ തിയേറ്ററിൽ റിലീസായി, നല്ല അഭിപ്രായങ്ങൾ വന്നു. അപ്പോൾ ഫസ്റ്റ് ഡേ ഞങ്ങൾ എവിടെയാണ്, കൊല്ലത്തോ കോട്ടയത്തോ ഒരു തിയേറ്റർ ഓണറെ യാദൃശ്യമായിട്ട് കണ്ടപ്പോൾ പുള്ളിയുടെ ഒരു അനുഭവം പറഞ്ഞാണ്. പുള്ളി ഫസ്റ്റ് ഡേ പടം ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട്, മോർണിംഗ് ഷോ കഴിഞ്ഞിട്ട് പുള്ളി നേരെ ജോബി ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ പടം ഗംഭീരമായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്, പക്ഷേ അൺടൈംലി റിലീസായിപ്പോയി. നിങ്ങളത് ഓണം റിലീസായിട്ട് ഇറക്കാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ വലിയൊരു 10 പോൾ സിനിമ ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇറക്കാൻ പാടില്ലായിരുന്നു, കുറച്ചും കൂടെ ഒറ്റയ്ക്കുള്ളൊരു സമയം നോക്കിയിട്ട് സ്ലോട്ടിൽ ഇറക്കണമായിരുന്നു. ഇതിനിപ്പോൾ എന്താവുമെന്ന് പറയാൻ പറ്റില്ല, സിനിമ നല്ലതാണ് പക്ഷേ ആൾക്കാർ എങ്ങനെയാണെന്നുള്ള രീതിയിൽ ഇച്ചിരി പെസിമിസ്റ്റിക് ആയിട്ട് പറഞ്ഞു. ജോബി ചേട്ടൻ ഒറ്റ വാക്യം, ഇത് ഈ തിയേറ്റർ ഓണർ തന്നെയാണ് ഈ അനുഭവം എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ജോബി ചേട്ടൻ തിരിച്ച് തിയേറ്റർ ഓണറിൻ്റെ അടുത്ത് പറഞ്ഞത്, താൻ എന്നെ 2 ദിവസം കഴിഞ്ഞ് എന്നെ ഒന്ന് വിളിക്കണം കേട്ടോ എന്ന് മാത്രം 1 ലൈൻ ഡയലോഗാണ്, ബിഗ് ബി സ്റ്റൈലിൽ 1 ലൈൻ ഡയലോഗാണ് അടിച്ചത്. ഇതേപോലെ ഈ 2 ദിവസത്തിന് ശേഷം ഈ തിയേറ്റർ ഓണർ പറയുകയാണ്, ഞാൻ 2 ദിവസത്തിന് ശേഷം ജോബി സാറിനെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, സാറേ നമിച്ചു. ഇപ്പോൾ സെക്കൻഡ് ഷോയും കഴിഞ്ഞ് തേർഡ് ഷോയും കഴിഞ്ഞ് 2 AM ഷോ വരെ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഞാൻ ആലോചിച്ചത് ജോബി ചേട്ടൻ്റെ ആ ഒരു ദീർഘവീക്ഷണമാണ് ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് സിനിമയിലും ഇവിടുത്തെ സിനിമ ഗോയിങ് കൾച്ചറിലും പ്രേക്ഷകരുടെ ഒരു സിനിമ ഗോയിങ് കൾച്ചറിലും പ്രേക്ഷകരുടെ എസ്തെറ്റിക്സിലൊക്കെയുള്ള പുള്ളിയുടെ കോൺഫിഡൻസ് ആണ്, പുള്ളിയുടെ സിനിമ ബിസിനസ് രംഗത്തുള്ള കോൺഫിഡൻസിനും കൂടി ആയിരിക്കണം. അതൊരു ഭീകര റീഡിങ് ആയിപ്പോയി എന്നുള്ള രീതിയിൽ തോന്നിയിട്ടുണ്ട്. അപ്പോൾ എഗൈൻ ഈ പറഞ്ഞ പോലെ ഞാൻ ഈ റിലീസിന് മുന്നേ ഉള്ള പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ കൊടുമ്പിരി കൊണ്ടുവന്ന ആളുകളുണ്ടാവുമല്ലോ, ആ സമയത്തൊക്കെ ഈ പറഞ്ഞൊരു പലരും ഈ ഇൻസെക്യൂരിറ്റീസ് പങ്കുവയ്ക്കും. നമ്മളല്ല, ക്രിയേറ്റീവ് ആൾക്കാരല്ല, മറ്റുള്ള ആൾക്കാർ ഇൻസെക്യൂരിറ്റീസ് പങ്കുവയ്ക്കും, ഇങ്ങനെയായിരിക്കും, അങ്ങനെ ആക്കണോ എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ കോൺഷ്യസ്ലി ഇതിൻ്റെ ആഫ്റ്റർ മാത്തിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. റിലീസിന് ശേഷമുള്ള ഫീഡ്ബാക്ക് എന്തായിരിക്കും, ഓഡിയൻസ് ഇത് എങ്ങനെയായിരിക്കും എടുക്കുക, ഇല്ലെങ്കിൽ ഈ ഘട്ടത്തിൽ ഓഡിയൻസിന് ഇത് എങ്ങനെയായിരിക്കും അനുഭവപ്പെടുക എന്നുള്ളത് ചിന്തിക്കാതിരുന്നിട്ടുണ്ട്. അതെന്താ വെച്ചാൽ എനിക്ക് തോന്നിയതാണ്, ഞാൻ ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കോംപ്രമൈസ് ചെയ്യാനുള്ള വഴികൾ ആലോചിക്കും. ചിന്തിച്ച് കഴിഞ്ഞാൽ ടെൻഷനാവും, സ്ട്രെസ്സ് വരും. അപ്പോൾ പിന്നെ ആ സ്ട്രെസ് ഓക്കെ, എന്നാൽ പിന്നെ സേഫ് ആക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ ഇവിടെ കുറച്ച് എല്ലാവരും ചെയ്യുന്ന കാട്ടിക്കൂട്ടുന്ന ഡെസ്പറേഷൻ്റെ പുറത്ത് എന്നാൽ കുറച്ച് മ്യൂസിക് കൂട്ടിയിടാം, ഇല്ലെങ്കിൽ അനാവശ്യമായിട്ട് കുറച്ച് സീനുകളുടെ ഷോട്ടുകളുടെ ലെങ്ത്ത് വെട്ടിക്കുറയ്ക്കാം, ഫാസ്റ്റ് കട്ടാക്കാം, ഇങ്ങനെ ഇത്രയും സമയം ഇത് ലാസ്റ്റ് ക്വാർട്ടറിലെത്തി, ഇനി ഇത്ര നേരത്തിനും കൂടിയ സിനിമ. ചില ആൾക്കാർ അങ്ങനെ പറയുന്നത് കേൾക്കാറുണ്ട്, 2 മണിക്കൂറിൽ കൂടുതലൊന്നും ഇന്നത്തെ കാലത്ത് സിനിമ പറ്റില്ല കേട്ടോ. അപ്പം ഞാൻ സർക്കാസ്റ്റിക്കായിട്ട് അപ്പം മറുപടി കൊടുക്കാറുണ്ട്, ശരിയാ, ഞാനൊക്കെ 1:58 കഴിഞ്ഞ് അപ്പം തിയേറ്ററിൽ നിന്ന് ഇറങ്ങാറുണ്ട് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പക്ഷേ ഈ റിലീസിനോടനുബന്ധിച്ച സമയത്ത് നമുക്ക് ഈ പറഞ്ഞ ആർബിട്രറി ആയിട്ടുള്ള നമ്മുടെ ജഡ്ജ്മെൻ്റ് ഒക്കെ പോകുന്നൊരു സമയമാണ്. അപ്പോൾ ഈ പറഞ്ഞ പലരും ഇങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മളും ആ ചിന്ത വന്ന് ഓട്ടോമാറ്റിക്കലി ഈ രീതിയിലുള്ള കോംപ്രമൈസ് നടത്താൻ സാധ്യതയുണ്ട്. അത്തരത്തിൽ കോംപ്രമൈസ് ചെയ്താൽ നമ്മൾ എന്ത് ഇൻറ്റൻഷൻസിൻ്റെ പുറത്താണോ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടത്, ആ ഇൻറ്റൻഷൻ പൂർത്തീകരിക്കാതെ ആവും, നമ്മൾ പോലും ഉദ്ദേശിക്കാത്ത വേറെ എന്തോ ക്രാപ്പ് ഉണ്ടാക്കിയിട്ട് നമ്മളങ്ങ് പോവുകയും ചെയ്യും. സോ റിലീസിന് ശേഷം ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിഷ്കിന്ധകാണ്ഡത്തിന് ഇപ്പോൾ ഈ രീതിയിലുള്ള സ്വീകാര്യത വന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ക്രിറ്റിസിഷൻ ആണ് വന്നതെങ്കിൽ, ഈ രീതിയിൽ വിജയിച്ചില്ലെങ്കിൽ പോലും ഐ വുഡ് ബി ഹാപ്പി. ബിക്കോസ് ചെയ്യാൻ ഉദ്ദേശിച്ചൊരു പരിപാടി തന്നെയാണ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് എന്നുള്ളതിൻ്റെ ഒരു ഫുൾഫിൽമെൻ്റ് ഉണ്ട്. നേരെ മറിച്ച് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടോ അല്ലെങ്കിൽ റിലീസിനോടനുബന്ധിച്ചുള്ള ഈ ഇൻസെക്യൂരിറ്റിയുടെ പുറത്തോ ഞാൻ വല്ലതും കാട്ടിക്കൂട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ചേട്ടാ അന്ന് അതേപോലെ ഉദ്ദേശിച്ച പോലെ ചെയ്താൽ മതിയായിരുന്നു എന്നുള്ള രീതിയിൽ ലൈഫ് ലോങ് റിഗ്രറ്റായിട്ട് മനസ്സിലുണ്ടാവുമായിരുന്നു. അപ്പോൾ എഗൈൻ ഈ പറഞ്ഞ പോസ്റ്റ് പ്രൊഡക്ഷൻ കൊടുമ്പിരി കൊണ്ടുവന്ന ആളുകളിൽ അടുത്തൊരു സിനിമ ഈ പറഞ്ഞ ഇത്തരം ടെൻഷനുകളൊന്നും ഇല്ലാതെ ഈ സർട്ടൻ മീറ്റേഴ്സ് ടിക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫോമാറ്റിലുള്ള പരിപാടികൾ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിൽ ആ സമയത്ത് വെറുതെ ഡീവിയേഷനാണ്, ഫുൾ ടൈം ഇതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി അങ്ങനത്തെ ഒരു എക്സസൈസ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ റിലീസിന് ശേഷം ചിന്തിച്ചു, ആ വഴിക്ക് പോകണ്ട, തെറ്റായ വഴിയാണ്, ബി ഹോണസ്റ്റ് ടു വാട്ട് എവർ യു ആർ ഡൂയിങ് എന്നുള്ള അതാണ് നല്ലത്. അല്ലാതെ ഇതിപ്പോൾ കച്ചവടമോ ഫോമുലോ ബിസിനസ്സോ കാര്യങ്ങളോ ഒന്നും അറിയാതെ മനസ്സിൽ ഉദ്ദേശിച്ചിരുന്ന പ്ലോട്ട് പറയാൻ ശ്രമിച്ചപ്പോൾ
നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ ഗംഭീര ബെനിഫിറ്റും റിസൾട്ടാണ് കിട്ടിയത്. ഗംഭീര റിസൾട്ടാണ്. ക്രിട്ടിക്കൽ റിസൾട്ട് ആയാലും ഫിനാൻഷ്യൽ റിസൾട്ട് ആയാലും എല്ലാം വന്നു. അതർ വേ അറൗണ്ട് നമ്മളത് ഇതൊരു കൊമേഴ്ഷ്യൽ ബ്ലോക്ക് ബസ്റ്റർ ആക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഷുവറായിട്ട് ഇങ്ങനെ പോകുന്നൊക്കെയുള്ള വിചാരത്തിൽ തെറ്റിദ്ധാരണയുടെ പുറത്ത് എനിക്കുണ്ടായിരുന്നൊരു സംശയം, അങ്ങനത്തെ ഒരു സാധാരണ ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ സിനിമ, നേരത്തെ മഹേഷ് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ സാമ്പത്തിക വിജയം കൂടെ നോക്കിയിട്ടാണ് നമ്മൾ സിനിമ ചെയ്യുന്നത്. കഴിവതും മുൻകാലങ്ങളിലെല്ലാം നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കലാമൂല്യമുള്ള സിനിമകൾ എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം സാമ്പത്തിക വിജയമൊന്നും നോക്കാതെയുള്ള സിനിമകൾ ചെയ്യും. പക്ഷേ ഇപ്പോൾ കൂടുതലും നല്ല സിനിമകൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അത് തീർച്ചയായിട്ടും വാണിജ്യപരമായിട്ടും അത് സാമ്പത്തിക വിജയം നേടണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള പ്രൊഡ്യൂസേഴ്സ് വരണം, അത്രയും ആക്ടേഴ്സ് വരണം, അല്ലേ? തീർച്ചയായിട്ടും അതിനുള്ള പ്ലാറ്റ്ഫോംസ് എല്ലാം നമ്മൾ ഒരുക്കി വെച്ചിട്ടാണ് അത്തരത്തിലുള്ള സിനിമകൾ ചെയ്യുന്നത്. അപ്പോൾ അതാണ് തീർച്ചയായിട്ടും ഞാൻ ചോദിച്ചത്. തീർച്ചയായിട്ടും ഇത് സിനിമയിൽ സിനിമാറ്റോഗ്രാഫറായിട്ട് ഇരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ളൊരു ആദ്യത്തെ തിരക്കഥ എന്ന് വരുമ്പോൾ കൃത്യമായിട്ടും അങ്ങനത്തെ ഒരു പ്ലാനിങ്ങോട് കൂടി തന്നെ ആയിരിക്കുമോ ഇങ്ങനെ ഒരു ചിത്രം ഒരുക്കിയതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചായിരുന്നു. അപ്പം നേരത്തെ ബാഹുല് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ശരിക്കും നമുക്കിതിൻ്റെ ഫോമുലയൊന്നും അറിയാതിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യുമ്പോൾ നമുക്കതൊരു പേടിയില്ലാതെ നമ്മളങ്ങ് പോകും. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് എൻ്റെ ആദ്യത്തെ സിനിമ വെയിൽ. എനിക്ക് തോന്നുന്നു എൻ്റെ ഏറ്റവും നല്ല പെർഫോമൻസിൽ ഒന്നെന്ന് ഞാൻ കാണുന്നത് വെയിലിലെ അഭിനയമാണ്. എനിക്കൊന്നും അറിഞ്ഞൂടാ, ഒരു ഫോമുല അറിഞ്ഞൂടാ, തമിഴെന്ന് പറയുന്ന ഭാഷ അറിഞ്ഞൂടാ, ആദ്യമായിട്ട് അവിടെ പോവാണ്. അപ്പോൾ ഒന്നും പേടിക്കാനില്ല, അവരവിടെ പറയുന്നതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ഒരു തരത്തിലുള്ള ഇൻഹിബിഷൻ ഇല്ല, ഒന്നുമില്ലാതെ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് അതിൻ്റെ ബെസ്റ്റാണ്. നമ്മൾ ഈ കുട്ടികളെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യം ഏൽപ്പിക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ നമ്മൾ സ്റ്റേജിലൊക്കെ കയറ്റിയാൽ അവർ എന്തും കാണിക്കുമല്ലേ, അതുപോലുള്ളൊരു ഫീലാണ് എനിക്ക് തോന്നിയത്. വെയിലെന്ന് പറയുന്ന സിനിമ എൻ്റെ ജീവിതം, അതിൻ്റെ തിരക്കഥ മികച്ച തിരക്കഥകളിലൊന്നാണ് കേട്ടോ. അപ്പോൾ അത് എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു തിരക്കഥയാണ്. പ്രിയ പറയുന്ന വെയിൽ നിങ്ങൾ പലരും കണ്ടിട്ടില്ലെങ്കിൽ പോലും അതിലൊരു പാട്ട് കേട്ടിട്ടുണ്ടാവും വെയിലിലെ. പ്രിയ ഒന്ന് പാടാവോ? ഉരുകുതേ മരുകുതേ ഒരേ പാർവയാലേ ഉലകമേ സുഴലുതേ ഉന്നെ പാർത്തതാലേ. മലയാളി പ്രേക്ഷകർക്കും തമിഴ് പ്രേക്ഷകർക്കും ഒക്കെ എന്നെ പരിചയപ്പെടുത്തിയത് ഈ സിനിമയാണ്. ഒരുപക്ഷെ ചന്ദ്രൻ സാർ എന്നെ സിനിമയിലേക്ക് വിളിക്കുന്നതൊക്കെ ഈ ഒരു സിനിമ കണ്ടിട്ടാണ്. ഈ പറഞ്ഞ പോലെ എൻ്റെ ജീവിതത്തിൻ്റെ തിരക്കഥ തന്നെ മാറ്റിയത് ഈ ഒരു സിനിമയാണ്. അപ്പോൾ നിങ്ങൾ ഈ 3 പേരും തിരക്കഥാകൃത്തുക്കളായിട്ട് ഇവിടെ ഇരിക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെയൊക്കെ ജീവിതത്തിനെ മാറ്റിമറിച്ച അത്തരത്തിൽ സ്വാധീനിച്ചിട്ടുള്ള ഏതെങ്കിലുമൊക്കെ തിരക്കഥ ഉണ്ടായിട്ടുണ്ടോ? ഒരു കൗതുകം, ഒരു എന്താ പറയുക, നല്ലൊരു മൈൻഡ് സെറ്റ് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ മലയാളത്തിൽ സിനിമയിൽ നിന്നുണ്ടാകും. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രൊഡ്യൂസേഴ്സ് നമുക്ക് തരുന്നൊരു ഫ്രീഡം ഉണ്ട്. അതായത് ഓക്കെ, നിങ്ങളുടെ വിശ്വാസമാണ്, നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് പൊക്കോളൂ, ഒരു കാര്യം മാത്രം നോക്കിയാൽ ഇത്ര ബഡ്ജറ്റിനകത്ത് നിർത്തുക, ഇങ്ങനെ ചെയ്യുക. അപ്പോൾ ഞാൻ എല്ലാത്തരം ഫോർമാറ്റുകളും എക്സ്പെരിമെൻ്റ് ചെയ്യാറ്. ഇപ്പോൾ ടേക്ക് ഓഫിൻ്റെ സമയത്ത് എനിക്ക് വളരെ ഒരു നടന്ന സംഭവം, എൻ്റെ കഥകളെല്ലാം ചുറ്റുപാടുന്നതാണ്. അപ്പോൾ ആ ചുറ്റുപാട് നടക്കുന്ന കഥകളിൽ നിന്ന് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ അതിനകത്ത് ഫിക്ഷണലായിട്ടുള്ള കാര്യങ്ങൾ കയറി വരുമ്പോൾ പല കാര്യങ്ങളും ആലോചിക്കും, പല തരത്തിലുള്ള എന്താ പറയുന്നത് സിനിമാറ്റിക് ആയിട്ടുള്ള ഡ്രമാറ്റിക് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ആലോചിക്കും. പിന്നെ എത്രത്തോളം റൂട്ടഡായിട്ട് നിൽക്കും എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കും. അത് കഴിഞ്ഞ് പിന്നെ വേറൊരു പടത്തിലേക്ക് വരുമ്പോൾ അതും വേറൊരു പ്രൊമൈസിൽ വരുന്നു. പക്ഷേ എല്ലാത്തിനും എനിക്ക് തോന്നുന്നു എൻ്റെ എല്ലാ സിനിമകളിലും ഒരുതരം മൈഗ്രേഷൻ ഒരു തീമായിട്ട് ഞാൻ വെക്കാറുണ്ട്. അത് ചിലപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ പുറത്തെവിടെയെങ്കിലും ജീവിച്ചാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഞാനത് അറിയാണ്ട് വന്നു പോകുന്നതാണത്. ഈ പറഞ്ഞ പോലെ പല സിനിമകൾക്ക് ഇപ്പം മാലിക് ഞാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ കോഴിക്കോടിൻ്റെ പ്രിയപ്പെട്ട റൈറ്ററായിട്ടുള്ള ദാമോദരൻ മാഷിനെയാണ് എൻ്റെ ഏറ്റവും വലിയ, കാരണം ഞാൻ ദാമോദരൻ മാഷിൻ്റെ വലിയൊരു ആരാധകനാണ്. അദ്ദേഹം കഥകളെ കോർത്തിണക്കുന്ന രീതി ഞാൻ ഇന്നും ഈ നാടും ഇനിയെങ്കിലും ഒക്കെ കണ്ട് ഞാൻ ഇന്നും എന്താ പറയുന്നത്, എനിക്ക് നമ്മൾ ഈ പറഞ്ഞ രോമാഞ്ചിഫിക്കേഷൻ കിട്ടുന്ന സമയങ്ങളാണ് അതൊക്കെ. കാരണം ഇതെങ്ങനെ സാധിച്ചു എന്നുള്ളത്, കാരണം എങ്ങനെ ഇത്രയും കഥാപാത്രങ്ങൾ എങ്ങനെ കൂട്ടിക്കെട്ടി എന്നൊക്കെ ഉള്ളത് വളരെ അത്ഭുതത്തോട് നോക്കി നിൽക്കുന്ന ആളാണ് ഞാൻ. ശശി സാറിനോട് ഒരിക്കൽ ഇൻട്രാക്ട് ചെയ്ത സമയമുള്ളപ്പോൾ പോലും അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇറ്റ്സ് ലൈക്ക് എ ക്യാരം ബോർഡ്, ഒന്നിൽ തൊട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എവിടെ വീഴും എന്നുള്ളത് അറിയില്ല, അതിങ്ങനെ പോവുക. അപ്പോൾ ഇതൊരു വല്ലാത്ത അത് എൻ്റെ ഒരു ട്രിബ്യൂട്ട് അങ്ങനെ. അപ്പോൾ അത് അങ്ങനെ ആകുമ്പോഴും പുറമേ ഉള്ള ഇപ്പോൾ കോശഗ്രാവസിനെ പോലത്തെ ഫിലിം മേക്കേഴ്സ്, അപ്പോൾ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ എനിക്കറിഞ്ഞൂടെ എത്ര പേര് അദ്ദേഹത്തിൻ്റെ സിനിമകൾ, വളരെ പൊളിറ്റിക്കലായിട്ടുള്ള ഫിലിം മേക്കറാണ്. ഇസഡ് എന്ന് പറഞ്ഞ സിനിമകൾ, വളരെ മിസ്സിങ് എന്നൊക്കെ പറഞ്ഞ സിനിമകൾ, ഒത്തിരി പൊളിറ്റിക്കൽ സിനിമകൾ എടുത്തിരിക്കുന്ന ഒരു ഗ്രീക്ക് സംവിധായകനാണ്. അപ്പോൾ അദ്ദേഹത്തിനോടുള്ള എൻ്റെ ഏറ്റവും വലിയൊരു ഫാസിനേഷൻ കൂടെയാണ് ചില തരത്തിലുള്ള പൊളിറ്റിക്കൽ ഇമ്പാക്റ്റുകൾ എനിക്ക് ഉണ്ടാക്കണം തോന്നിയിട്ടുള്ളത്. പിന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ
ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഈ കാലഘട്ടത്തിലെ ബർഗ്മാൻ എന്നൊക്കെ ഞാൻ വിളിക്കുന്ന ഒരു ഫിലിം മേക്കറാണ് ഇറാനിയൻ സംവിധായകനായിട്ടുള്ള അസ്ഗർ ഫറാദി. കാരണം ഫറാദിയുടെ വളർച്ച, അദ്ദേഹം തിയേറ്ററിൽ നിന്ന് വന്ന ആളാണ്, അത് കഴിഞ്ഞ് ടി വിയിലോട്ട് വന്ന് പിന്നെ ഫിലിമിലേക്ക് വന്ന ഒരു മനുഷ്യൻ. അപ്പം അദ്ദേഹത്തിൻ്റെ സ്ട്രക്ചറിൽ നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ എടുക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹവും ഞാനും ഇപ്പോൾ നേരത്തെ ബാബുൽ പറഞ്ഞ പോലെ കാലം ഞാൻ കുറച്ചുകൂടെ ക്ലിനിക്കലാണ് കേട്ടോ, ഞാൻ കുറച്ചുകൂടെ പഴയ സ്കൂളാണ്. ഞാൻ ഈ സിറ്റ് ഫീൽഡൊക്കെ എൻ്റെ സ്ട്രക്ചറൊക്കെ എടുത്ത് വെച്ച് നോക്കി അതൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഞാൻ അതൊക്കെ ആലോചിക്കുന്നതാണ്. അപ്പോൾ ഞാനിപ്പോഴും ഈ ഫറാദിയുടെ എല്ലാ തിരക്കഥകളും എടുത്ത് നോക്കുമ്പോഴും ഈ സിറ്റ് ഫീൽഡ് സ്ട്രക്ചർ ഞാൻ കാണാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു അംഗീകാരം കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരാക്കിഷ് ഫിലിം ഫെസ്റ്റിവലിൽ അറിയിപ്പുണ്ടായിരുന്നു. അപ്പോൾ അറിയിപ്പ് അവിടെ വെച്ച സമയത്ത് ലൊക്കാർണോയിൽ എനിക്ക് കോസ്റ്റ ഗാവസിനെ കാണാൻ പറ്റി. കോസ്റ്റ ഗാവസിനോട് എനിക്ക് സംസാരിക്കാൻ പറ്റി. അത് കഴിഞ്ഞ് അദ്ദേഹം എൻ്റെ സിനിമ കണ്ടു. അത് കഴിഞ്ഞ് ഈ മരാക്കേഷിലെത്തിയപ്പം ഈ അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ ഫ്രഞ്ച് ട്രാൻസ്ലേഷൻ ചെയ്യുന്ന, അതായത് ഫ്രാൻസ് ഒരു ലാംഗ്വേജാണ് മരാക്കേഷിൽ. അപ്പോൾ ഫ്രഞ്ച് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സ്ത്രീയാണ് ഈ പടത്തിൻ്റെയും ഫ്രഞ്ച് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം ജൂറിയാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു സ്പെഷ്യൽ പ്രസൻറ്റേഷൻ കാറ്റഗറിയാണ്. അപ്പോൾ അവർ പോയി ഫറാദിയോട് പറഞ്ഞു, നിങ്ങളുടെ സ്വഭാവത്തിൽ പെടുന്ന ഒരു ഫിലിം മേക്കർ ഇവിടെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരു ഫിലിം മേക്കറാണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്ക് ആ പടം ഒന്ന് കാണാൻ പറ്റുമെന്ന് വെച്ചാൽ പുള്ളി ആ പടം കണ്ടിട്ട് പുള്ളി എന്നെ പുള്ളിയുടെ ഹോട്ടലിലേക്ക് വിളിച്ചു. ഒരു അരമണിക്കൂർ എന്നോട് സംസാരിച്ചു, നിങ്ങളുടെ ഇൻസ്പിറേഷൻ എന്താ, എവിടുന്നാണ് നിങ്ങൾ കഥകൾ. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ അവിടെ ഇരിക്കുമ്പം അപ്പോൾ എന്നോട് ചോദിച്ചാൽ നിങ്ങൾ ഫസ്റ്റ് ഫിലിമാണോ എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു ധാരണ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, അത് ഫസ്റ്റ് ഫിലിം അല്ല, ഇതിനു മുമ്പ് വേറെ സിനിമകൾ ചെയ്യാം. അപ്പം എനിക്കത് കാണിക്കാൻ ജാള്യതയുണ്ട് സത്യം പറഞ്ഞ്, ബാക്കി സിനിമകൾ കാണിക്കാൻ. അപ്പം ഞാൻ പറഞ്ഞു, അല്ലേ സാർ ഇത് മാത്രം കണ്ടു, അല്ല എനിക്ക് ബാക്കി സിനിമകളും കൂടെ കാണണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പിന്നീട് അങ്ങോട്ട് എനിക്ക് ഇമെയിൽ വഴി അദ്ദേഹമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഇപ്പോഴും നിലനിൽക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഓരോ സമയത്തും നമ്മൾക്കുണ്ടാവുന്ന ഒരു ഡ്രൈവ്, ആ ഒരു പാഷൻ നമ്മളെ എവിടേക്കോ ഇൻസ്പയർ ചെയ്യുന്ന സാധനങ്ങൾ നമുക്ക് തിരിച്ച് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ അടുത്ത സിനിമ എത്തുമ്പോഴും ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ട്രിബ്യൂട്ട് ഉണ്ടാവും മറ്റ് പല കാര്യങ്ങളിലും. പെട്ടെന്ന് പറയോ, ബാഹുലിനെ സ്വാധീനിച്ചിട്ടില്ല, അതായത് ജീവിതം മാറ്റിമറിച്ച അത്തരത്തിലുള്ള തിരക്കഥകൾ. സമയപരിമിതിയാണ്, ഇനി നമ്മളുടെ ഓഡിയൻസിനുള്ള സമയമാണ്, അവർക്ക് ചോദിക്കേണ്ടതായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കാനുള്ള സമയമാണ്. ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് നോളൻ്റെ ദ പ്രസ്റ്റീജ് ആണ്. മലയാളത്തിൽ താഴ്വാരം, ഉയരങ്ങളിൽ മണിച്ചത് താഴ്, ഉത്തരം, സീസൺ, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ പോലും സ്ക്രിപ്റ്റ് ഒരു ഡ്രൈവ് കിട്ടാൻ, മോട്ടിവേഷൻ കിട്ടാൻ നിരന്തരം പല ആവർത്തി വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബുക്കാണ് MP നാരായണപിള്ളയുടെ പരിണാമം എന്ന് പറയുന്ന ഒരു ബുക്ക്. ഒരു സിനിമ ആസ്വാദകന് ഒരു സിനിമ കാണുന്ന അതേ ഫയറിൽ വായിക്കാൻ പറ്റുന്ന ഒരു ബുക്കായിരിക്കും പരിണാമം. ഞാൻ നിരന്തരം കാണുന്ന സിനിമകൾ ടാരന്റിനോ ആണ്. അത് പൾപ്പ് ഫിക്ഷൻ തൊട്ട് അദ്ദേഹം ഇതുവരെ 9 സിനിമയാണ് ചെയ്തിരിക്കുന്നത്. 10ാമത്തെ സിനിമയോടെ നിർത്തുന്നു കൂടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഞാൻ എൻ്റെ സിനിമയുടെ ബൈബിളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടം കിൽബില്ലാണ്. കിൽബിൽ ഇഷ്ടപ്പെട്ടതിൻ്റെ കാരണം ഇത്രയും നന്നായി ആക്ഷനും കവിതയും കൂടി മിക്സ് ചെയ്ത മറ്റൊരു സിനിമ എനിക്കറിയില്ല. ആക്ഷനും കവിതയും കൊണ്ടൊരു സിനിമ ചെയ്യാൻ പറ്റും, അങ്ങനെ നമുക്ക് കാണാൻ പറ്റും എന്നൊക്കെ പഠിപ്പിച്ച ആ സിനിമ കിൽബില്ലാണ്. എന്ത് സ്ക്രിപ്റ്റ് എഴുതുമ്പോഴും എൻ്റെ മുന്നിൽ ആ സിനിമ ഉണ്ട്. എനിക്ക് പറയാനുള്ളതൊരു കോയിൻസിഡൻസ് ആണ്. കാര്യം കോളേജിൽ പഠിക്കുന്ന സമയം തൊട്ട് എപ്പോഴും എനിക്കിങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കാണാൻ തോന്നുന്ന സിനിമകളിലൊന്നായിരുന്നു സിനിമ പാരഡൈസോ. അപ്പോൾ ഞാൻ വെയിലിൻ്റെ കഥ ആദ്യമായിട്ട് പറയുമ്പോൾ എവിടേക്ക് അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, എവിടേക്കോ ആ തിയേറ്റർ പോർഷനും ആ കുട്ടിയൊക്കെ എനിക്കിങ്ങനെ വല്ലാണ്ട് എൻ്റെ ഉള്ളിലേക്ക് സിനിമ പാരഡൈസ് ഒത്തിരി വട്ടം ഞാൻ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ പലയിടത്തും പരാമർശിച്ച് കണ്ടിട്ടുള്ളൊരു സിനിമയാണ്. വെയിലിൻ്റെ കുറേ ഭാഗം കാണുമ്പോൾ നമുക്ക് സിനിമ പാരഡൈസോയിലൂടെ നമ്മൾ കടന്നുപോയൊരു പ്രതീതി ജനിപ്പിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതൊരു വല്ലാത്ത കോയിൻസിഡൻസ് ആയിരുന്നു. ആ ഒരു സമയം തൊട്ട് എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട അത്തരത്തിലുള്ളൊരു സിനിമ തിരക്കഥ എന്ന് പറയുന്നത് അതിന് എവിടേക്കോ സാമ്യതകളുള്ള ഒരു സിനിമയിൽ അഭിനയിക്കാൻ കഴിഞ്ഞ ഒരാളും കൂടിയാണ് ഞാൻ. ശരിക്കും ഈ ഒരു വിഷയത്തിനെ പറ്റിയിട്ട് സംസാരിച്ച് മതിയാവണല്ലോ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് സമ്മതിക്കാനുണ്ട്. പക്ഷേ സമയത്തിൻ്റെ പരിമിതി മൂലം തൽക്കാലം ഇവിടെ നിൽക്കണം. ഇൻറ്ററപ്റ്റ് ചെയ്യേണ്ട കാര്യം, അവർ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കാനാണ് നിങ്ങളിവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങൾ എന്തൊക്കെയാണോ നിങ്ങളോട് പറയാനുള്ളത് അത്രയും ഓരോരുത്തരും പറഞ്ഞ് തീരട്ടെ എന്ന് വിചാരിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചോദിക്കാനുള്ളൊരു സമയമാണ്. എന്തൊക്കെയാണോ നിങ്ങൾക്ക് ചോദിക്കാൻ തോന്നുന്നത് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ളൊരു സമയമാണിത്. 5 മിനിറ്റേ ഉള്ളൂ. ആ ഒരു 5 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ചോദിക്കാമെന്നുള്ളതാണ്. സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിലെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, ഇപ്പോൾ ഏത് സിനിമ റിലീസായി കഴിഞ്ഞാലും തീർച്ചയായും അതിനെ രാഷ്ട്രീയ ശരി മാത്രം വെച്ച് കീറി മുറിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അത് സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിനെ സ്വാധീനിക്കുന്നുണ്ടോ? എഴുതുമ്പോൾ നമ്മളൊരു സെൽഫ് സെൻസർഷിപ്പിലേക്ക് ആ തരത്തിൽ പോകുന്നുണ്ടോ എന്നുള്ളതാണ് രണ്ടുപേരോടും.
ഞാൻ പൊതുവേ അങ്ങനെ ഭയന്ന് പോയി കഴിഞ്ഞാൽ എഴുത്തുണ്ടാവില്ല. ഈ പറഞ്ഞ പോലെ ഏത് ജാതിയിൽപ്പെട്ടവനാണ്, ഏത് മതത്തിൽപ്പെട്ടവരാണ്, അല്ലെങ്കിൽ ഒരു പേര് വെക്കുമ്പോൾ ഇന്ന ജാതി വെക്കണോ, പ്രശ്നമുണ്ടാവോ? അപ്പം ഞാൻ അതിനകത്തൊക്കെ ഇതെല്ലാം ഒരു പേര്, മറ്റ് സംഭവങ്ങൾ അതിനകത്ത് എന്താ പറയുന്നത്, ആ ആ കഥയെ സ്വതന്ത്രമായിട്ട് വിടുക. കഥാപാത്രങ്ങൾ എല്ലാവരും പ്രൈമറിലി ഞാൻ എഴുതിയിരിക്കുന്ന എല്ലാ കഥാപാത്രങ്ങളും ഗ്രേ ആണ്. അത് നന്മ മരങ്ങളായി പ്രതിഷ്ഠിക്കുമ്പോഴാണല്ലോ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെയൊന്നുമില്ല. ഇത് മനുഷ്യർ സാഹചര്യത്തിനനുസരിച്ച് ഓരോ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് മതത്തെ കൂട്ടുപിടിക്കുന്നവരുണ്ട്, വർഗീയതയെ കൂട്ടുപിടിക്കുന്നവരുണ്ട്, ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയക്കാരെ കൂട്ടുപിടിക്കുന്നവരുണ്ട്. അപ്പോൾ അതിനകത്ത് ഇതെല്ലാം സമന്വയിപ്പിച്ച് ചില ബിംബങ്ങളായിട്ട് വെച്ച്, ചില ഇമേജസ് വെച്ച് മാത്രം വർക്ക് ചെയ്യുന്ന മനുഷ്യരുണ്ട്. അപ്പം ഇവരെല്ലാവരും ചുറ്റുപാടിലുള്ളവരല്ലേ. അപ്പോൾ ചുറ്റുപാടിലുള്ളവരെ കുറിച്ചല്ലേ നമുക്ക് സിനിമ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്ന രീതിയിൽ പോകണം, ഇന്ന രീതിയിലാകണം, നമ്മൾ ഒന്നിനെയും ഗ്ലോറിഫൈ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഞാൻ എപ്പോഴും മനസ്സിലാക്കാറുള്ളൂ. അത് ഒരു പ്രത്യേകതരം ഗ്ലോറിഫിക്കേഷൻ്റെ ആവശ്യമില്ല. അത് പിന്നെ ഈ പറഞ്ഞ പോലെ ഒരാൾക്ക് കാണുന്ന കാഴ്ച മറ്റൊരാൾക്ക് വേറെ റോങ് ആയിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ അത് പല ലെൻസിലൂടെ കാണുന്ന പ്രക്രിയയാണ്. ഇപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നിയില്ല, ഇപ്പോൾ സന്തോഷിൻ്റെ ബിരിയാണി ഇറങ്ങിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത കഥയിൽ ABZ എന്നൊക്കെ പറഞ്ഞല്ലേ കഥാപാത്രത്തിൻ്റെ പേര് വെച്ചിരിക്കുന്നത്. അപ്പോൾ സന്തോഷിന് അങ്ങനെ എഴുത്തുകാരനായിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ സിനിമ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പേര് വെച്ചിട്ട്, അല്ലെങ്കിൽ ഇത് ഇന്ന മതത്തിൽപ്പെടാത്ത ന്യൂട്രലായിട്ടുള്ള പേരുകൾ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ പോവുക. അപ്പോൾ ഇത് പിന്നെ ഈ പറഞ്ഞ പോലെ, നിങ്ങൾ ഈ പറഞ്ഞ പോലെയാണ്. ഇതിപ്പോൾ ബോളിവുഡിലൊക്കെ എനിക്ക് തോന്നി സ്റ്റുഡിയോ മാൻഡേറ്റ്സ് ഉണ്ട്. ഇന്നതായിരിക്കരുത്, ഇന്ന സ്ഥലം. ഡെഫിനറ്റ്ലി പ്ലാറ്റ്ഫോംസിനും അങ്ങനത്തെ നിബന്ധനകളുണ്ട്. കാരണം അവരുടെ തന്നെ ഇൻറ്റേർണൽ കംപ്ലയിൻസ് കമ്മിറ്റി ആണല്ലോ സെൻസർഷിപ്പ് നിയന്ത്രിക്കുന്നത്. അപ്പം അതിലേക്കൊക്കെ നമ്മൾ കടന്നു വരാണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു അന്ന് നിർത്തി പോവുക. കച്ചവടത്തിൽ എഴുത്തുകാർ കൂടി ഭാഗമാവണം എന്നുള്ള രീതിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യ സെഷനിൽ. പക്ഷേ ഈ IP ഹോൾഡ് ചെയ്യുന്ന അടക്കം ഈ നമ്മൾ 100% കച്ചവടക്കാരായ കോർപ്പറേറ്റുകളോടാണ് ഈ ചോദിച്ചു വാങ്ങേണ്ടത്. അപ്പോൾ അത് പക്ഷേ ഒരിക്കലും ഒരു പുതിയ എഴുത്തുകാരനോ അല്ലെങ്കിൽ വലിയ മാർക്കറ്റില്ലാത്ത എഴുത്തുകാരനോ പറ്റുന്നൊരു കാര്യമല്ല, സാധിച്ചോളണമെന്നില്ല. അപ്പം ഒരു യൂണിയനൈസേഷൻ്റെ സാധ്യത എന്താണ് എഴുത്തുകാരുടെ? അങ്ങനെ ഒരു കോമൺ ആയിട്ടുള്ള നോംസിനൊക്കെയുള്ള സാധ്യതകൾ എന്താണ്? യൂണിയനൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ സംഘടിതമായിട്ട് നമുക്കൊരു കാര്യം പറയാനേ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇത്ര ദിവസത്തിനകത്ത് ഒരു സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ദിവസത്തിന് ശേഷമേ പ്ലാറ്റ്ഫോമിൽ കൊടുക്കാൻ പറ്റുള്ളൂ, അങ്ങനെയൊക്കെയുള്ള നിബന്ധനകൾ ഉണ്ടാക്കാനേ പറ്റത്തുള്ളൂ. നിങ്ങൾ ഓതറായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ ഓണർഷിപ്പിലുള്ള ഒരു പ്രോഡക്റ്റാണ്, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് തന്നെയാണല്ലോ. അതൊരു ഒരു പുസ്തകമാണെങ്കിലും സിനിമയാണെങ്കിലും ഒരു പ്രോഡക്റ്റ് ആണല്ലോ. ആൾക്കാർ നിങ്ങൾ കച്ചവടത്തിന് വേണ്ടി വെച്ചു കൊടുത്തിരിക്കുകയാണല്ലോ. അപ്പോൾ അതിനകത്ത് ആ ഓണർഷിപ്പിൻ്റെ ഒരു അവകാശം നിങ്ങൾക്ക് വേണം. അപ്പോൾ അത് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ഡിമാൻഡ് ചെയ്ത് മേടിക്കാൻ പറ്റുക എന്നുള്ളത്, ആ കഴിവും വളർത്തണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അല്ലാതെ നമ്മൾ ഈ പറഞ്ഞാൽ വഴക്കുണ്ടാക്കി അല്ലാതെ മേടിക്കണ്ടേ. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യില്ല, ഇങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യില്ല, അതല്ല വേണ്ടേ. ഞാൻ പറഞ്ഞ അമിക്കബിളായിട്ട് ഇതിനകത്ത് ഏത് തരത്തിലാണ് ഇത് പോകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ധാരണ ആദ്യമേ ഉണ്ടായിരിക്കുക. കാരണം അത് നമ്മൾ ചില സമയത്ത് ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാർ അത് വിട്ടുപോകും. കാരണം നമ്മൾ ചിന്തിക്കുന്നത് എന്തായിരിക്കും, ഇതെങ്ങനെയെങ്കിലും സിനിമയായി നടന്ന് കണ്ടാൽ മതി. ഞാൻ എപ്പോഴും എൻ്റെ അസിസ്റ്റൻസിനോടും മറ്റു ആൾക്കാരോടും പറയുന്നുണ്ട്, ഇത് ആത്മാവിഷ്കാരം മാത്രമായിട്ട് വെച്ച് കഴിഞ്ഞാൽ കഞ്ഞി കുടിക്കാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. ഇല്ലേ, അരി മേടിക്കാൻ കടയിൽ പോകുമ്പം ഇല്ല ഞാൻ ഇത് ചെയ്യുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ അരി തരുമോ? തരത്തില്ല. അപ്പോൾ അതും കൂടെ വേണം എന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ. ആത്യന്തികമായിട്ട് സിനിമ എന്ന് പറയുന്നത് അതൊരു വിനോദോപാധിയാണ്. ഇപ്പം നമ്മൾ ലോകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ഭൂപടത്തിൽ ഇന്ത്യ ഒരു പൊട്ടോളേ ഉള്ളൂ. കേരളം അതിനേക്കാളും ചെറുതാണ്. അപ്പോൾ മലയാളം സംസാരിക്കുന്ന ഈ ഒരു കുഞ്ഞു സ്ഥലത്ത് നിന്ന് ലോക സിനിമയോട് കിടപിടിക്കുന്ന രീതിയിലുള്ള മനോഹരമായിട്ടുള്ള സിനിമകളാണ് ശരിക്കും പല പല കോമ്പറ്റീഷനിലേക്ക് പോകുന്നത്. അപ്പോൾ അതൊരു വാണിജ്യപരമായിട്ട് നേട്ടം കൊയ്യുന്ന സിനിമകൾ കൂടി ആവട്ടെ വരും കാലത്ത് എന്ന് പ്രത്യാശിക്കാം. വസന്തകാലത്ത് പൂക്കുന്ന സക്കൂറ പുഷ്പങ്ങളെ പോലെ ഈ ചികൊയിച്ചി നിങ്ങളുടെയൊക്കെ മനസ്സിൽ വീണ്ടും വീണ്ടും ഓർക്കാൻ കഴിയുന്ന മനോഹരമായിട്ടുള്ള നിമിഷങ്ങളായി മാറട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു. നന്ദി. ശുഭസായനം.